തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന പേടിയിൽ UDF വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. ഈ സംഘത്തിനൊപ്പം പിന്തുണയുമായി വലതുപക്ഷ മാധ്യമങ്ങളുമുണ്ട്. ഈ മാധ്യമങ്ങൾ നടത്തുന്നത് കേരള വിരുദ്ധ പ്രചാരണമാണെന്നും MV ജയരാജൻ പറഞ്ഞു. CPM മട്ടന്നൂർ ഏരിയ സമ്മേളനം പട്ടാനൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജയരാജൻ. 2026 വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന പേടിയിൽ UDF വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുകയാണ്. ഇടതു സർക്കാരിനെ അധികാരത്തിൽ നിന്ന് ഇറക്കാനായി കോൺഗ്രസും BJPയും ലീഗും SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഒറ്റക്കെട്ടായി. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ എപ്പോഴും അവസരമൊരുക്കിയത് കോൺഗ്രസ് ആണ്. ഇപ്പോൾ കോൺഗ്രസിലൂടെ BJPയെയും ലീഗിലൂടെ SDPയെയും ജമാഅത്തെ ഇസ്ലാമിയെയും കൂടെ നിർത്തുകയാണ് UDF. അപകടകരമായ രാഷ്ട്രീയമാണിത്. മുമ്പ് രാഹുലിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് SDPI പ്രകടനം നടത്തണമെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം എത്ര രൂഢമൂലമാണ്. ജമാഅത്തെ ഇസ്ലാമിയും അതേ നിലപാടല്ലേ സ്വീകരിച്ചു. അപ്പോ അത്യന്ത അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇവരുടെ കൂടെ വലതുപക്ഷ മാധ്യമങ്ങൾ കൂടി ചേർന്നാലോ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിലെ ഒരു വാചകം വളരെ പ്രസക്തമാണ്. ലോകത്തെ എല്ലാ പിന്തിരിപ്പൻ ശക്തികളും കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ മുന്നോട്ട് വരികയാണ്. അത് പിന്നെ ഈ പിന്തിരിപ്പന്മാരെ കുറിച്ചുള്ള വിവരണമുണ്ട്. അന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൽ പറഞ്ഞ എല്ലാ പിന്തിരിപ്പന്മാരും ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷത്തെ CPMനെ തകർക്കാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ സംഘത്തിനൊപ്പം പിന്തുണയുമായി വലതുപക്ഷ മാധ്യമങ്ങളുമുണ്ട്. ഈ മാധ്യമങ്ങൾ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണം മാത്രമല്ല നടത്തുന്നത്, കേരള വിരുദ്ധ പ്രചരണവുമാണെന്ന് ജയരാജൻ പറഞ്ഞു. വന്ദേ ഭാരതിന് തകരാറ് വന്നപ്പോൾ അവിടെ നിന്ന് കെട്ടിവലിക്കേണ്ടി വന്നത് ഷൊർണൂരിലെ എഞ്ചിനീയറിംഗ് വിഭാഗം നിർത്തലാക്കിയത് കൊണ്ടാണ്. ഇക്കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് ഷൊർണൂരിൽ നിർത്തിവെക്കേണ്ടി വന്നല്ലോ. അതിനെ കൊണ്ടുപോയത് എങ്ങനെയാണെന്നല്ലോ. നമ്മുടെ നാട്ടിൽ ഒരു കാർ ബ്രേക്ക് ഡൗൺ ആയാൽ മറ്റൊരു കാറിൽ കെട്ടിവലിക്കുമ്പോൾ എന്തായിരുന്നു വന്ദേ ഭാരതിനെ പറ്റിയിട്ട് പറഞ്ഞത്? ഞാൻ ആ ട്രെയിനിന്റെ പ്രത്യേകതയെ കുറിച്ചൊന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ തകരാറ് വന്നപ്പോ ഷൊർണൂരിൽ നിന്ന് റിപ്പയർ ചെയ്യാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഷൊർണൂരിൽ എഞ്ചിനീയറിംഗ് വിഭാഗം നിർത്തലാക്കി, കണ്ണൂരിൽ എഞ്ചിനീയറിംഗ് വിഭാഗം നിർത്തലാക്കി. അത് കെട്ടിവലിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുപോകേണ്ടി വന്നു. ആ കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. 12 ലക്ഷം തസ്തിക ഒഴിഞ്ഞു കിടക്കുമ്പോൾ റെയിൽവേയിലാണ് ഏറ്റവും കൂടുതൽ തസ്തിക ഒഴിഞ്ഞു കിടക്കുന്നത് എന്ന് മാത്രമല്ല, 3 വർഷം ഒരു തസ്തിക ഒഴിഞ്ഞു കിടന്നാൽ പിന്നെ ആ തസ്തിക ഇല്ലാതാവും. പട്ടാളത്തിൽ കരാർ നിയമനം ഇതുപോലെ പലയിടത്തും നിർത്തലാക്കി. റെയിൽവേയിൽ ഓരോ തസ്തികകളും നികത്താതെ വെച്ച് ഒഴിവാക്കുകയാണെന്നും ജയരാജൻ ആരോപിച്ചു. പട്ടാനൂർ KPC ഹയർ സെക്കൻഡറി സ്കൂളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ മുതിർന്ന പാർട്ടി നേതാവ് T കൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത്. K ഭാസ്കരൻ താൽക്കാലിക അധ്യക്ഷനായി. C രജനി രക്തസാക്ഷി പ്രമേയവും C സജീവൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. K ഭാസ്കരൻ, മുഹമ്മദ് സിറാജ്, K ശോഭന, N ഷാജിത്ത്, M അശ്വന്ത് എന്നിവരടങ്ങിയ പ്രസീഡിയമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൻ പനോളി, നേതാക്കളായ M സുരേന്ദ്രൻ, P ഹരീന്ദ്രൻ, P പുരുഷോത്തമൻ, K ശ്രീധരൻ, NV ചന്ദ്രബാബു, MV സരള, CV ശശീന്ദ്രൻ, PM സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി M രതീഷ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ചർച്ച തുടങ്ങി. 13 ലോക്കലുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 150 പ്രതിനിധികളും 21 ഏരിയ കമ്മിറ്റി അംഗങ്ങളുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 4-ന് പൊതുസമ്മേളനം തുളച്ചകിണറിലെ സീതാറാം യെച്ചൂരി നഗറിൽ കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ MLA ഉദ്ഘാടനം ചെയ്യും. നായാട്ടുപാറ കേന്ദ്രീകരിച്ച് റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടക്കും. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു.
തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.